ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 5. ദൈവം നമ്മെ അറിയുന്നു. യഹോവേ, എന്നെ നീ അറിയുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. മൈക്കൽ ആഞ്ചലോയുടെ ശില്പമായ മോശയുടെ ഒരു ഫോട്ടോ ഞാൻ ഈയിടെ കണ്ടു. അതിൻ്റെ ഒരു ക്ലോസപ്പ് കാഴ്ച മോശയുടെ വലത് കൈയിൽ ഒരു ചെറിയ വീർത്ത പേശി കാണിച്ചു തന്നു. എക്സ്റ്റെൻഡർ ഡിജിറ്റി മിനിമി എന്ന പേശിയാണിത്. ആരെങ്കിലും അവരുടെ ചെറുവിരൽ ഉയർത്തുമ്പോൾ മാത്രമേ അത് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. സങ്കീർണമായ വിശദാംശങ്ങളുടെ മാസ്റ്റർ എന്നറിയപ്പെടുന്ന മൈക്കൽ ആഞ്ചലോ താൻ കൊത്തിയെടുത്ത മനുഷ്യ ശരീരങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തി. മറ്റാരും ശ്രദ്ധിക്കാത്ത സൂക്ഷ്മമായ വിവരങ്ങൾ അവയിൽ ചേർത്തു. ചുരുക്കം ശില്പികൾക്കു മാത്രം അറിയാമായിരുന്ന മനുഷ്യ ശരീരത്തിലെ സവിശേഷതകൾ മൈക്കൽ ആഞ്ചലോ മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവ്, ആന്തരിക ജീവിതം എന്നിങ്ങനെ മനുഷ്യരുടെ ആഴത്തിലുള്ള വിശദാംശങ്ങൾ ഗ്രാനൈറ്റിൽ കൊത്തിയെടുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. തീർച്ചയായും അതിന് മൈക്കൽ ആഞ്ചലോയുടെ കല അപര്യാപ്തമായിരുന്നു. മനുഷ്യഹൃദയത്തിന്റെ അഗാധമായ യാഥാർത്ഥ്യങ്ങൾ ദൈവത്തിനു മാത്രമേ അറിയൂ. നാം കാണുന്നതെന്തും അത് എത്ര ശ്രദ്ധയോടെയോ ഉൾക്കാഴ്ചയോടെയോ ആയിരുന്നാലും അത് സത്യത്തിന്റെ ഒരു നിഴൽ മാത്രമാണ്. എന്നാൽ ദൈവം നിഴലുകളേക്കാൾ ആഴത്തിൽ കാണുന്നു. യഹോവേ, എന്നെ നീ അറിയുന്നു. യിരെമ്യാ പ്രവാചകൻ പറയുന്നു, നീ എന്നെ കണ്ടു. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അറിവ് സൈദ്ധാന്തികമോ മസ്തിഷ്കപരമോ അല്ല. അവൻ നമ്മെ ദൂരത്തു നിന്നല്ല, മറിച്ച് നമ്മുടെ അന്തരംഗത്തിന്റെ മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് ദൈവം ഉറ്റുനോക്കുന്നു. നമ്മുടെ ആന്തരിക ജീവിതത്തിന്റെ ആഴങ്ങൾ ദൈവത്തിനറിയാം. നാം സ്വയം മനസ്സിലാക്കുവാൻ പാടുപെടുന്ന കാര്യങ്ങൾ പോലും. നമ്മുടെ പോരാട്ടങ്ങളോ നമ്മുടെ ഹൃദയങ്ങളിൽ സംഭവിക്കുന്നതോ എന്തു തന്നെയായാലും ദൈവം നമ്മെ കാണുകയും നമ്മെ യഥാർത്ഥത്തിൽ അറിയുകയും ചെയ്യുന്നു. ചിന്തിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലോകത്തിൽ തനിച്ചോ ഒറ്റപ്പെട്ടവരോ ആരും അറിയപ്പെടാത്തവരോ ആയി തോന്നുന്നത്? എന്നാൽ ദൈവത്തിന് നിങ്ങളെ അറിയാമെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങളെ മാറ്റിമറിക്കുന്നത്? ദൈവത്തിന് മഹത്വം.